നിയമ പുസ്തകങ്ങളിൽ കൂടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ മറ്റൊരു പുസ്തകത്തിലെ ക്രിസ്തു വെളിപ്പാടാണ് ഇപ്പോൾ ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് റോമാലേഖനമാണ്. റോമാലേഖനത്തിൽ കർത്താവായ യേശുവിനെ എപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു? റോമാലേഖനത്തിൻ്റെ അതിപ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസമുള്ള നീതീകരണമാണ്. നീതീകരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അതാണ് റോമാലേഖനത്തിലെ പ്രമാണം. എന്താണ് ഈ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ പാപിയാണ്. ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. പാപിയായ മനുഷ്യനെ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയുടെ മുമ്പാകെ ദൈവം തൻ്റെ നീതിയിൽ ശിക്ഷ വിധിക്കുമ്പോൾ നിത്യമാകുന്ന നരക ശിക്ഷാവിധിയാണ് അവന് വിധിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യന്, അവൻ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതിയെ തൻ്റെ മരണത്താൽ യേശു ക്രിസ്തു നിവർത്തിച്ചതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ നീതീകരണത്തിൻ്റെ വസ്ത്രം വിശ്വസിക്കുന്ന പാപിയുടെ മേൽ ദൈവം ആവരണം ചെയ്തിട്ട് അവനെ നീതിമാനായി പ്രഖ്യാപിക്കുകയും കുറ്റമറ്റവനായി അവനെ സ്വർഗീയ കോടതിയുടെ മുമ്പാകെ വെറുതെ അയക്കുകയും ചെയ്യുന്ന ദൈവിക പ്രവൃത്തിയുടെ മനോഹരമായ ദൃഷ്ടാന്തമാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റോമാലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ അവൻ വിശ്വസിച്ചു എന്നുള്ള ഏക കാരണത്താൽ പാപം ഇല്ലാത്തവനായി, അല്ലെങ്കിൽ കുറ്റമില്ലാത്തവനായി, ശിക്ഷാവിധിക്ക് യോഗ്യത പ്രാപിക്കാത്തവനായി പരസ്യമായി പ്രസ്താവിച്ചിട്ട് ഇവൻ നീതിമാനാണെന്ന് സ്വർഗത്തിൻ്റെ പ്രസ്താവനയാൽ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ട ഒരു നിലപാട് നിൽക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ റോമാലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രദർശിപ്പിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപിക്ക് ലഭിക്കുന്ന സമ്പൂർണമായ വിടുതലും സമ്പൂർണമാകുന്ന കുറ്റമില്ലാത്തവൻ എന്നുള്ള പ്രഖ്യാപനവും യേശു ക്രിസ്തുവിൽ ദൈവം നിവർത്തിക്കുന്നുവെങ്കിൽ, പാപിയെ, അഭക്തനെ നീതീകരിക്കുന്ന ക്രിസ്തു എന്ന നിലയിൽ റോമാലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രശോഭിതനായി നിൽക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ മുഴുവൻ പ്രമേയവും, പ്രത്യേകിച്ച് 1-ാം അധ്യായം മുതൽ അതിൻ്റെ 11-ാം അധ്യായം വരെയുള്ള സകല വിഷയങ്ങളിലെയും കാതലായ പ്രമേയം പാപിയെ നീതീകരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നീതീകരിക്കുന്ന ക്രിസ്തു എന്ന നിലയിൽ റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു.